ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, ഞാൻ ഫാദർ ജിനു പള്ളിപ്പാട്ട്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി മക്കൾ ഇങ്ങനെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും മെസ്സഞ്ചറിലൂടെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയൊക്കെ മെസ്സേജുകൾ അയക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ. എല്ലാ മക്കൾക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പറ്റാവുന്നിടത്തോളം. പലരും ഫോൺ വിളിക്കാറുണ്ട്. ഞാൻ ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുകയാണ്. കാരണം എല്ലാവരും ഫോൺ വിളിച്ച് ചിലപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് ധ്യാനമായതുകൊണ്ട്, ധ്യാനിപ്പിക്കാൻ പോകുന്നത് കൊണ്ടും എപ്പോഴും ഫോൺ എടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല. കയ്യിലെപ്പോഴും ഫോൺ ഉണ്ടായിരിക്കില്ല. പലരും ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് വേണ്ടി ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റാറില്ല. കാരണം ധ്യാനിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഫോൺ എടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല. തിരിച്ചു വിളിക്കുക എന്നുള്ളതും അത്ര പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം അറിയാത്ത നമ്പറിലേക്ക് തിരിച്ചു വിളിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലരും ഫോൺ വിളിച്ചിട്ട് എടുക്കാൻ പറ്റാത്തത്. അതിനു പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജുകൾ അയച്ചാൽ അച്ഛൻ ആ നിയോഗത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പലരും ഫോൺ വിളിച്ചിട്ട് പലപ്പോഴും പറയും, അച്ഛൻ ഒത്തിരി വിളിക്കുന്നു, അച്ഛനെ കിട്ടാറില്ല. അങ്ങനെ കിട്ടാതിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാനതിന് നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് എൻ്റെ അഴുത്താരയിൽ ഞാനിങ്ങനെ നിയോഗങ്ങൾ എഴുതി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ആ നിയോഗങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുതി വയ്ക്കുന്നതാണ്. നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കും, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. അതെൻ്റെ ഉറപ്പാണ്. പലപ്പോഴും പല പള്ളികളിലും ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ പലരും ആവശ്യങ്ങളിങ്ങനെ എഴുതി തന്നുവിടാറുണ്ട്, അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ ഈ നിയോഗങ്ങൾ തമ്പുരാൻ്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. അച്ഛൻ ആ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കേട്ടോ. നമ്മളിന്ന് ഈ ടോക്ക് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, തമ്പുരാൻ്റെ അനുഗ്രഹം ഇരട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പലരും വന്നിട്ട് എന്നോട് ചോദിക്കുക, അച്ഛാ എനിക്കൊരു ജോലി കിട്ടാൻ, എൻ്റെ വിവാഹം നടക്കാൻ, എൻ്റെ കൊച്ചിൻ്റെ കാര്യങ്ങൾ നടക്കാൻ, കുടുംബത്തിലെ കടബാധ്യത മാറാൻ, രോഗങ്ങൾ മാറാൻ എന്താ ചെയ്യണ്ടേ? അച്ഛനൊന്ന് പറയാമോ? ഒരു വചനം പറഞ്ഞു തരാമോ? ഞാൻ പലർക്കും വചനങ്ങൾ കൊടുക്കാറുണ്ട് ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഇന്ന വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും, നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന വചനമാണ് ദൈവം പറയുക, ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞ് പലർക്കും വചനങ്ങൾ കൊടുക്കാറുണ്ട്. ദൈവത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പലരും ചോദിക്കുന്നുണ്ട്, അച്ഛാ പലപ്പോഴും ജീവിതത്തിലെ സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ, വേദനകൾ മാത്രമേ ഉള്ളൂ. അവരോടാണ് ഞാനിന്ന് സംസാരിക്കുക. ഒത്തിരി വേദനകളും സങ്കടങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ തമ്പുരാൻ്റെ അനുഗ്രഹം ഇരട്ടിയായിട്ട് കിട്ടുന്ന ഒരു പ്രാർത്ഥനാ ശൈലി ഞാൻ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, 1 പത്രോസിൻ്റെ 5:6 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവം കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം, നിങ്ങളുടെ ആകുലതകളും വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ തമ്പുരാനാണ്. നമ്മുടെ ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവമാണ്. നമ്മൾ ഓർക്കണം, നമ്മളെന്നും പ്രാർത്ഥിക്കുന്ന സ്വർഗീയ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. നമുക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ട്, നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു അപ്പൻ. അങ്ങനെ ചിന്തിക്കുക, ആ അപ്പൻ നമ്മുടെ കാര്യങ്ങളിൽ ഒത്തിരിയേറെ ശ്രദ്ധിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടതൊക്കെ തരും. അത് ഉറപ്പുള്ള കാര്യമാണ്. അത് വിശ്വസിക്കാൻ പറ്റിയാലാണ് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുക. പലരും വന്നിട്ട് ചിലപ്പോൾ കരയണ കേൾക്കാം. കഴിഞ്ഞ ദിവസം ഒരു ഫോൺ വന്നതാണ്. ഞാനിങ്ങനെ ഹലോ എന്ന് വെച്ചപ്പോഴേക്കും കരച്ചിൽ തുടങ്ങി. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു, കരച്ചിൽ അവസാനിക്കുന്നില്ല. ഞാൻ അവസാനം പറഞ്ഞു, ദൈവം ഉണ്ട് കൂടെ, എന്തിനാ കരയുന്നേ, കാര്യം പറ. അപ്പോഴാണ് കാര്യം പറഞ്ഞു തുടങ്ങുക. വലിയൊരു കടബാധ്യതയിൽ ജീവിക്കുന്നൊരു കുടുംബം. ഞാൻ അവരോട് പറഞ്ഞു, വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്ക്. നിങ്ങളുടെ ഉത്കണ്ഠകളും ആകുലതകളും വിഷമങ്ങളും എല്ലാം ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിക്കുക. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഒരിക്കലും നിന്നെ കൈവിടുകയില്ല, ശക്തനും ധീരനുമായിരിക്കുക. ദൈവത്തിൻ്റെ വാക്കാണത്. ഒരിക്കലും നിന്നെ കൈവിടില്ല, ശക്തനും ധീരനുമായിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളില്ലാത്ത ആരാ ഉള്ളത്? ഒത്തിരി നൊമ്പരങ്ങളിൽ നടുവിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും. അതെ, ഉറപ്പാണ്, അച്ഛനെ മനസ്സിലാക്കാൻ പറ്റും, നിങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ശക്തനും ധീരനുമായിരിക്കാനാണ് തമ്പുരാൻ പറയണേ. കാരണം നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ജീവിതത്തിൽ ചിലപ്പോൾ കടബാധ്യതയായിരിക്കാം, രോഗങ്ങളായിരിക്കാം, സാമ്പത്തിക ഞെരുക്കങ്ങളായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള ആകുലതകളായിരിക്കാം, ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ചില സാമ്പത്തിക തടസ്സങ്ങളായിരിക്കാം, വീടിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, എന്തും ആയിക്കോട്ടെ.
നമ്മുടെ ദൈവം സർവശക്തനായ ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം. ആ ദൈവം നമുക്ക് വേണ്ടതൊക്കെ തരും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ അടുത്തേക്ക് വാ. അതുകൊണ്ട് നമ്മൾ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 1 പത്രോസിൻ്റെ 5:6. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ വായിക്കുന്നു, ശക്തനും ധീരനും ആയിരിക്കുക, നിങ്ങളെ ഒരിക്കലും ദൈവം കൈവിടില്ല. ജീവിതത്തിൽ പ്രതിസന്ധികളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ വചനങ്ങൾ ഓർത്തു വയ്ക്കുക. ഞാൻ എന്താ പറയുന്നതെന്നറിയോ? ദൈവത്തിൻ്റെ അനുഗ്രഹം ഇരട്ടിയായിട്ട് കിട്ടുന്ന ഒരു പ്രാർത്ഥനാ ശൈലിയാണ്. അത് ജോബിൻ്റെ പ്രാർത്ഥനാ ശൈലിയാണ്. പറ്റുമെങ്കിൽ ജോബിൻ്റെ പുസ്തകം ഒന്ന് വായിക്കണം കേട്ടോ. ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നൊരു മനുഷ്യൻ എല്ലാം നഷ്ടപ്പെട്ടിട്ടും ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന ഒരു ജീവിതമാണ് ജോബിൻ്റെ ജീവിതം. എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യൻ, ഭാര്യ, സുഹൃത്തുക്കൾ, കുടുംബം, നല്ല സ്വത്ത് എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യൻ എല്ലാം നഷ്ടപ്പെട്ടിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സ്വത്ത്, കുടുംബം, എല്ലാം, സുഹൃത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടിട്ടും പലപ്പോഴും അവൻ്റെ ജീവിതത്തിലെ ചോദ്യങ്ങൾ ഉയർത്തുന്നത് പോലും ഈ ഭാര്യയും സുഹൃത്തുക്കളാണ്. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന മനുഷ്യനാണ് ജോബ്. ഒന്ന് പറ്റുമെങ്കിൽ വായിക്കുക. ഒത്തിരി നൊമ്പരങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ ജോബിൻ്റെ പുസ്തകം ഒന്ന് വായിക്കണം കേട്ടോ. ഒത്തിരി തവണ വായിച്ചാൽ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പറ്റുമെങ്കിൽ സങ്കടങ്ങളുണ്ടെങ്കിൽ ജോബിൻ്റെ പുസ്തകം തുറന്നൊന്ന് വായിക്കുക. വളരെ ശക്തമായ ഒരു ബൈബിൾ ഭാഗമാണത് കേട്ടോ. പഴയ നിയമത്തിലെ ഭാഗമാണ്. 42 അധ്യായങ്ങളുള്ളൂ. നമുക്ക് ഈസി ആയിട്ട് വായിച്ച് തീർക്കാം. ഒന്ന് വായിച്ചു നോക്ക്. ഒത്തിരി ശക്തിപ്പെടും നമ്മുടെ മനസ്സ് കേട്ടോ. ജോബിൻ്റെ ജീവിതത്തിലുണ്ടോ എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം നഷ്ടപ്പെടുക. സമ്പത്ത് നഷ്ടപ്പെടുക. അവസാനം അവന് അസുഖം ബാധിച്ച് ചാരത്തിലിരുന്നിങ്ങനെ ഒട്ട് കഷ്ണം കൊണ്ട് സ്വന്തം ശരീരത്തിലെ വ്രണങ്ങൾ, ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളിങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ നൊമ്പരത്തിൽ ജീവിക്കുമ്പോഴും ജോബ് പറയുന്നൊരു ഡയലോഗുണ്ട്, എൻ്റെ ശരീരം അഴുകി ഇല്ലാതായാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കുമെന്ന്. ജീവിതത്തിലെ എല്ലാ നൊമ്പരങ്ങളും വന്നിട്ടും അവൻ്റെ ശരീരത്തിൽ അസുഖങ്ങൾ വന്നിട്ടും ദൈവത്തിൽ ആശ്രയിച്ച മനുഷ്യനായിരുന്നു ജോബ്. ജോബിൻ്റെ പുസ്തകത്തിൽ 42-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കേണ്ട ബൈബിൾ ഭാഗമാണത് കേട്ടോ. ജോബിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായമാണ് 42-ാം അധ്യായം. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു 10-ാമത്തെ വാക്യം കേട്ടോ. ജോബ് 42:10 ഒന്ന് എടുത്ത് വായിക്കണം. ജോബ് അതിൽ കൃത്യമായിട്ട് പറയുന്നത്, അത് 42-ാം അധ്യായം വായിക്കുന്നത് വളരെ വിശ്വാസത്തോടെ വായിച്ചാൽ ഒത്തിരി അനുഗ്രഹം കിട്ടും ഈ ജോബിൻ്റെ പുസ്തകം കേട്ടോ. നമ്മൾ വളരെ ശക്തിപ്പെടും ജോബിൻ്റെ പുസ്തകത്തിൽ. ഒരു ക്യാൻസറിൻ്റെ വഴിയിലൂടെ നീ കടന്നു പോവുകയാണോ? വീട്ടിലെ സാമ്പത്തികമായിട്ട് ഞെരുക്കമുണ്ടോ? കുടുംബത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടോ? മക്കളെക്കുറിച്ച് എന്തെങ്കിലും ചിന്തകളുണ്ടോ? അങ്ങനെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ ജോബിൻ്റെ പുസ്തകം ഒന്നെടുത്ത് വായിക്കണം. ആ ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 1-ാം തിരുവചനം പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്: ജോബ് കർത്താവിനോട് പറഞ്ഞു, അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. അറിവില്ലാതെ ഉപദേശത്തെ മറച്ചു വയ്ക്കുന്നവൻ ആരാണ് എന്ന് അങ്ങ് ചോദിച്ചു. എനിക്ക് മനസ്സിലാകാത്ത അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുപോയി. കേൾക്കുക, ഞാൻ സംസാരിക്കുന്നു, ഞാൻ ചോദിക്കും, നീ ഉത്തരം പറയണം എന്ന് അങ്ങ് പറഞ്ഞു. വളരെ സുന്ദരമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന ഈ അധ്യായത്തിൽ 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക: ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ ഉണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. അത് വായിച്ചു നോക്കണം. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ജോബ് ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ഐശ്വര്യം തിരികെ കൊടുത്തു എന്ന് പറയണേ. അത് കഴിഞ്ഞിട്ടുള്ള വചനം എന്താ പറഞ്ഞു വയ്ക്കണേ? അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. നിൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇരട്ടിയായി നിന്നെ അനുഗ്രഹിക്കും. അത് മനസ്സിലാക്കണം. നീ ചിലപ്പോൾ ഒത്തിരിയേറെ കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെന്ന് ചിന്തിക്കുക. നീ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം കടബാധ്യത അനുഭവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി, ചിലപ്പോൾ നിൻ്റെ അയൽവക്കക്കാരൻ ജപ്തിയുടെ വഴിയിലായിരിക്കും നടക്കുക, ജപ്തിയുടെ ബുദ്ധിമുട്ടിലായിരിക്കും ജീവിക്കുക, അവൻ്റെ കുടുംബത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകാം. നീ അവന് വേണ്ടി പ്രാർത്ഥിച്ചു നോക്കിയേ. ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ ഭയങ്കര ശക്തിയുണ്ടെന്ന് പറയണം. കാരണം ഞാനെപ്പോഴും ഈ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേനയിലൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാറുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഇടവക ജനത്തോട് പറയുന്ന നൊവേന പ്രാർത്ഥനയിൽ വരുന്നവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി കൂടിയും ഒന്ന് പ്രാർത്ഥിക്കുക.
ഭയങ്കര ശക്തമായിട്ട് ദൈവം ഇടപെടുന്നത് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തന്നെയാണ്. നീ ചിലപ്പോൾ കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇരട്ടിയായിട്ടുള്ള അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിന്നെപ്പോലെ കടബാധ്യത അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടന്നിട്ടില്ല, അതിൻ്റെ സങ്കടത്തിലാണ് നീ എങ്കിൽ, വിവാഹം നടക്കാതെ വിഷമിക്കുന്ന ഒത്തിരി മക്കളുണ്ട് നമ്മുടെ ഇടയിൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിനക്ക് ആർക്കെങ്കിലും പേരറിയാവുന്നുണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ തന്നെ നിൻ്റെ കൊച്ചിൻ്റെ അനുഗ്രഹം നിൻ്റെ കൊച്ചിന് ദൈവം അനുഗ്രഹിക്കും. കാരണം നിൻ്റെ സങ്കടത്തിൻ്റെ നടുവിൽ നീ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ശക്തമായ പ്രാർത്ഥനയാണത്. അതുകൊണ്ടാണ് ദൈവം പറയുക, ജോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി, സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന് ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു, അത് ഇരട്ടിയായി കൊടുത്തു. നീ കടബാധ്യതയിലൂടെ കടന്നു പോകുമ്പോൾ കടബാധ്യത അനുഭവിക്കുന്ന മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് നീ എന്താ ചെയ്യേണ്ടേ? അതുപോലെ കല്യാണം നടക്കാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിൻ്റെ കൊച്ചിൻ്റെ അഡ്മിഷൻ്റെ കാര്യമാണ്, അഡ്മിഷൻ കിട്ടാതെ വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടി. നമ്മൾക്ക് എപ്പോഴും അറിയോ, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, അത്രയേ ഉള്ളൂ. അവർക്ക് വേണ്ടി പ്രാർത്ഥന ഒതുക്കരുത്. നിങ്ങളുടെ കൂടെയുള്ളവർക്ക് വേണ്ടി. ഇനി രോഗമാണ്, ക്യാൻസറാണ്, നീ ക്യാൻസറിൻ്റെ നടുവിലാണെങ്കിൽ ക്യാൻസർ അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൊച്ചങ്ങളില്ല, വിവാഹം കഴിഞ്ഞ് കൊച്ചങ്ങളില്ല, അങ്ങനത്തെ അവസ്ഥയിലാണെങ്കിൽ കൊച്ചങ്ങളില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒത്തിരി നാളെ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒത്തിരി മക്കളുണ്ട്. അപ്പോൾ നീ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജോലി കിട്ടാതെ വിഷമിക്കുന്ന ഒത്തിരി മക്കളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ജീവിതത്തിൽ നീ എന്ത് ദുരിതത്തിലൂടെയാണോ കടന്നു പോകുന്നത്, എന്ത് വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്, എന്ത് പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ആ കാര്യം നിൻ്റെ പ്രാർത്ഥനയോ നിൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി, നിൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി കൂടി നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നെ ഇരട്ടിയായി അനുഗ്രഹിക്കും. ജോബിൻ്റെ പുസ്തകം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം അതാ. ജോബിനെല്ലാം നഷ്ടപ്പെട്ടു, കർത്താവ് അതൊക്കെ തിരിച്ചു കൊടുത്തു. വെറുതെ കൊടുക്കുകയല്ല, അതിൻ്റെ ഇരട്ടിയായി കൊടുത്തു. എന്താ ചെയ്തേ? അവൻ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്, കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. പറ്റുമെങ്കിൽ ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു, എല്ലാവർക്കും ഷെയർ ചെയ്യണം. എല്ലാവരിലേക്കൊന്ന് എത്തട്ടെ. കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മൾ ഒത്തിരി അനുഗ്രഹിക്കും. നിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിൻ്റെ കൂടെയുള്ള അയൽവക്കത്തൊരു കുടുംബത്തിന് വേണ്ടി നീ പ്രാർത്ഥിച്ചു നോക്കിയേ. നിൻ്റെ ബിസിനസ്സിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം എൻ്റെ കൂടെയുള്ളവരുടെ ബിസിനസ്സിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു നോക്കിയേ. മാറ്റം ഉണ്ടാവും, ഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. ഒത്തിരി മക്കളുടെ ജീവിതത്തിൽ ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാനതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുക. കാരണം ദൈവം ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന ശൈലിയാണത്. നിൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നെ ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കും. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, എനിക്ക് നിങ്ങളുടെ എല്ലാവരോടും പറയാനുള്ളത് തന്നെയാണ്, നിൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. നീ ഏത് ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അതിനു വേണ്ടി നീ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ചിലപ്പോൾ നിനക്കൊരു അഡ്മിഷൻ്റെ കാര്യമായിരിക്കാം. അഡ്മിഷന് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ അഡ്മിഷൻ കിട്ടാതെ വിഷമിക്കുന്ന മക്കൾക്ക് കൂടി വേണ്ടി നീ പ്രാർത്ഥിച്ചു നോക്ക്. നീ ഒരു തടസ്സം നേരിടുന്നുണ്ട്, വിസയുടെ പ്രോസസ്സിങ്ങിൽ ഒത്തിരി തടസ്സം നേരിടുന്നുണ്ട്. ആ വിസയുടെ പ്രോസസ്സിങ്ങിൽ തടസ്സം നേരിടുന്ന മറ്റു മക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു നോക്ക്. നിൻ്റെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ പ്രശ്നം അനുഭവിക്കുന്ന ഒത്തിരി മക്കൾ നമ്മുടെ കൂടെയുണ്ട്, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു നോക്ക്. നിൻ്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും, കൃപയും ഉണ്ടാവും, തമ്പുരാൻ്റെ അഭിഷേകമാണ്. കാരണം എന്താണെന്നറിയോ? ദൈവം നോക്കുമ്പോൾ നീ പ്രാർത്ഥിക്കുന്നത് നിൻ്റെ ആവശ്യങ്ങളോടൊപ്പം കൂടെയുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു പടി കൂടി കടന്ന് മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. കാരണം ദൈവം നോക്കുമ്പോൾ നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നീ ആ സങ്കടത്തിലൂടെ കടന്നു പോവുക. ദൈവത്തിന് അറിയാതെ അവൻ ആ സങ്കടത്തിലൂടെ കടന്നു പോയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണല്ലോ. ഈശോയുടെ ജീവിതം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ശിഷ്യന്മാർക്ക് വേണ്ടി എന്തോരം പ്രാർത്ഥിക്കണം ഈശോ, അല്ലേ? നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഈശോയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് വളരെ കുറച്ച് മാത്രമാണ്. അവസാന നാളുകളിലൊക്കെയാണ് ഈശോ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരോ. അങ്ങനെ വളരെ കുറച്ച് പ്രാർത്ഥനകൾ മാത്രമേ ഈശോ ചെയ്തെന്നുള്ളൂ. ബാക്കിയൊക്കെ പ്രാർത്ഥിക്കുന്നത് കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈശോ എപ്പോഴും പ്രാർത്ഥിച്ചത്. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നെ ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കും, സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. ഒത്തിരി കൃപകൾ നിൻ്റെ ജീവിതത്തിൽ കിട്ടും കേട്ടോ. അപ്പം അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, ഇത് പറ്റുമെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക. എല്ലാവരും ഇത് കേൾക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. അത് അയച്ചു കൊടുക്കാൻ പറഞ്ഞതറിയോ? ചിലപ്പോൾ നിൻ്റെ സുഹൃത്തിന് നീ ഇത് അയച്ചു കൊടുക്കുമ്പോൾ അവനും ഈ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കും. ആ വ്യക്തി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മനസ്സിലായോ?
നീ ഇത് അയച്ചു കൊടുക്കുന്ന വ്യക്തി അവർക്കറിയാം നിനക്കും ഈ സങ്കടമുണ്ട്. അപ്പോൾ നിങ്ങൾ പരസ്പരം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ശക്തമാണ് ആ പ്രാർത്ഥന. ഒരാൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരു കൂട്ടമായിട്ട് പ്രാർത്ഥിച്ചാൽ ഒരു കാര്യത്തിന് വേണ്ടി, അതാണ് ആ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയണേ കേട്ടോ. അപ്പം അതുകൊണ്ട് നിൻ്റെ കൂടെ ഉള്ളവർക്ക് വേണ്ടി ഇത് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നിൻ്റെ കൂടെ ഉള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. നീ ഏത് ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഏത് വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്, ഏത് തടസ്സത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ആ തടസ്സവും ആ വേദനയും ആ ദുരിതം അനുഭവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു നോക്ക്. നിൻ്റെ ജീവിതത്തിന് ഉയർച്ചയുണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും. ദൈവം സമൃദ്ധമായിട്ട് അത് തരും കേട്ടോ. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി, കരുണ്യവാനായ ദൈവമേ, ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ജോബ് ഞങ്ങളെ പഠിപ്പിച്ച ആ പ്രാർത്ഥനാ ശൈലി, കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനാ ശൈലി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവമക്കൾ പരിചയിക്കാൻ, പ്രത്യേകമായിട്ട് കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ദുരിതത്തിലായിരിക്കുന്ന ഈ മക്കളെ, വേദനയിലായിരിക്കുന്ന ഈ മക്കളെ, തടസ്സങ്ങൾ നേരിടുന്ന ഈ മക്കളെ അനുഗ്രഹിക്കുന്ന കർത്താവേ. വേദനകൾ നേരിടുന്ന ഈ മക്കളുടെ ജീവിതത്തിലേക്ക് നീ അനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകൾ ഒഴുക്കണേ കർത്താവേ. ഒത്തിരി പ്രശ്നങ്ങളും വേദനകളും ആയിട്ടാണ് കർത്താവേ ഈ ടോക്ക് ഓരോരുത്തരും കേൾക്കുക, ഈ വചനവിചിന്തനം കേൾക്കുന്ന, ഈ ടോക്ക് കേൾക്കുന്ന എല്ലാ മക്കളിലേക്കും കർത്താവേ നിൻ്റെ അഭിഷേകവും നിൻ്റെ അനുഗ്രഹവും നീ ചൊരിയണേ കർത്താവേ. ഈ മക്കളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം കൊടുക്കണേ ദൈവമേ. പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ, ജോബിൻ്റെ പ്രാർത്ഥനാ ശൈലി പോലെ കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നീ ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുവാനും അതും അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹം ഈ മക്കൾക്ക് നീ നൽകണേ കർത്താവേ. പ്രാർത്ഥന കേൾക്കണേ ദൈവമേ. ഞങ്ങൾക്ക് വേറെ ആരുമില്ല തമ്പുരാനെ, നീ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാൻ. ഞങ്ങളുടെ സങ്കടങ്ങളിൽ, ഞങ്ങളുടെ വേദനകളിൽ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവേ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും, ഈ ടോക്ക് കേൾക്കുന്ന ഓരോ മക്കളിലേക്കും നീ നിൻ്റെ അനുഗ്രഹം, അഭിഷേകം, കൃപകൾ, ദാനങ്ങൾ, വരദാനങ്ങൾ എല്ലാം നൽകി വിശുദ്ധീകരിക്കണേ ദൈവമേ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണേ ദൈവമേ. ഞങ്ങളുടെ അസ്വസ്ഥതകളും ഞങ്ങളുടെ സങ്കടങ്ങളും മാറ്റിത്തരണേ ദൈവമേ. കൂടെ ഉണ്ടാകണേ കർത്താവേ. കാരണം നീയാണ് ഞങ്ങളുടെ ബലം, നീയാണ് ഞങ്ങളുടെ ആശ്രയം, നീയാണ് ഞങ്ങളുടെ സമാധാനം. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അപ്പോൾ കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കും. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഹാപ്പി ആയിരിക്കുക കേട്ടോ.